താരപ്പകിട്ടിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടുള്ള ഒരു താരപ്പകിട്ടാണ് ഇന്ന്. നമ്മളോടൊപ്പം നമ്മളുടെയൊക്കെ പ്രിയപ്പെട്ട ടിനി ടോം. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. സെയിം ടു യു. വർഷങ്ങളായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. സത്യം. പക്ഷേ നമ്മൾക്ക് വർഷങ്ങളായിട്ട് പറയുമ്പോഴും എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടല്ലോ കുട്ടിക്കാലത്ത് ആഘോഷിച്ച കാര്യങ്ങളൊന്നും മറക്കാണ്ടിരിക്കും. കുട്ടിക്കാലത്തെ ക്രിസ്മസ് എങ്ങനെയായിരുന്നു ടിനി? കുട്ടിക്കാലത്തേക്കാൾ കൂടുതൽ എനിക്ക് വരാനിരിക്കുന്ന ക്രിസ്മസ് ആണ് ഇഷ്ടം. എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? കുട്ടിക്കാലത്തെ ക്രിസ്മസ് എന്ന് പറയുന്നത് ഈ നൊസ്റ്റാൾജിയയിലാണ് എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പോഴുള്ള ക്രിസ്മസ് എന്ന് ഭയങ്കര കളർഫുള്ളാണ്. എത്ര ചാനൽസ്, എല്ലായിടത്തും നിറച്ച് ലൈറ്റ്സ്, LED ലൈറ്റ്സ്, 35 രൂപയും 15 രൂപയും ചൈനയുടെ ലൈറ്റ്. ഇതൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് ഒരു കുറേ ഓർമ്മകളും കുറേ സുഹൃത്തുക്കളും അല്ലേ, ദാരിദ്ര്യവും അപ്പവും മീനും. സത്യം. അതെ അതെ. ഒരു മുള വെട്ടിയിട്ടുണ്ടാക്കുന്ന സ്റ്റാറും മരം വെട്ടിയിട്ടുണ്ടാക്കുന്ന ട്രീയും. കുറേ പള്ളി പെരുന്നാളും കാരൽ, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പാട്ടുമൊക്കെ ആയിട്ട് എല്ലാം നമ്മുടെ നല്ല ഓർമ്മകളാണ്. പക്ഷെ അത് ഓർത്തുകൊണ്ടിരുന്നിട്ട് നമ്മൾ വിഷമിച്ചിരിക്കരുത്. അതായിരുന്നു നല്ലതെന്ന് വിചാരിച്ചിട്ട്. കാരണം ഇപ്പൊ ഇത് ട്രീ ഫുൾ സെറ്റ് ആയിട്ടുള്ള ട്രീ ഇങ്ങനെ തന്നെ കിട്ടുന്നു. അതെ അതെ, വളരെ വില കുറച്ച് കിട്ടുന്നു. അപ്പോൾ അതൊക്കെ നല്ല കാര്യമായിട്ട് നമ്മൾ കാണും. ക്രിസ്മസിന് വേണ്ടിയിട്ട് ഇപ്പം ഈ ഹൈടെക് യുഗത്തിൽ വീട്ടിലോട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്തു? ക്രിസ്മസിന് വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ ചുറ്റുപാടുള്ള ഈ ഡെവലപ്മെന്റ്സ് മാറിയിട്ടുണ്ട്. കുറെ വരാനുള്ള ക്രിസ്മസ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ പറഞ്ഞു പണ്ടത്തെ പോലെ എനിക്ക് കേക്കും അതിനൊക്കെ തന്നെയാണ്. പക്ഷെ കേക്കിന്റെ മുകളിൽ പണ്ട് ഈ കോൺക്രീറ്റ് ഇട്ട പോലത്തെ ഐസിങ് ആയിരുന്നു. ഇപ്പൊ വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കടിച്ചു കഴിയുമ്പോൾ തന്നെ അറിയുന്നില്ല അത് ഇറങ്ങി പോകുന്നത്. ആ രീതിയിൽ പണ്ടത്തെ ശരി കടിച്ച് കഴിക്കണം. പക്ഷെ ഡയറ്റിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്കൊക്കെ എത്രത്തോളം അത്രയും ആസ്വദിച്ച് കഴിക്കാൻ പറ്റും? ഒന്നും കണ്ടില്ല കേട്ടില്ല പറയില്ല എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. കാരണം കാണുമ്പോൾ നമ്മൾ കൊതിച്ചു പോകുന്നത്. എത്ര ഡയറ്റ് ചെയ്യുന്നവരും കണ്ടു കഴിയുമ്പോൾ കൊതിച്ചു പോകുന്ന രീതിയിലുള്ള കേക്കുകളാണ്. ഞാൻ എപ്പോഴും ടിനിയോട് ചോദിക്കണമെന്ന് വിചാരിച്ച കാര്യമാണ്. കാര്യം നമ്മളൊക്കെ ഫെസ്റ്റിവിറ്റീസ് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊക്കെ ആഘോഷിക്കുമ്പോൾ നിങ്ങളൊക്കെ സ്റ്റേജുകളിലായിരിക്കും, പല സ്റ്റേജിലായിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആഘോഷങ്ങൾക്ക് മാറി മാറി അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടോ? അല്ലോ, ഒരു കാലഘട്ടത്തിൽ ക്രിസ്മസ് ഇല്ലാതെ ഒരു വർഷവുമില്ല. കാരണം എപ്പോഴും എനിക്ക് വീടുമായിട്ട് ബന്ധപ്പെട്ട് പള്ളി അതാണ് എൻ്റെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ്. പക്ഷേ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ പ്രോഗ്രാമിന് പോകാതെ പറ്റാത്തൊരവസ്ഥ. കാരണം ഒരു ട്രൂപ്പിലൊക്കെ നിൽക്കുമ്പോൾ ഈ ഷോ ബുക്ക് ചെയ്ത് വന്ന് പോകേണ്ടി വരും. അപ്പോൾ വളരെ മനസ്സ് വിഷമിച്ചാണെങ്കിലും നമ്മൾ ഷോന് പോകും. പക്ഷെ അതിൻ്റെ പരിസരത്തൊരു കേക്ക് കട്ടിങ്ങും ഒരു ക്രിസ്മസിൻ്റെ ഒരു ആംബിയൻസും ഉള്ളതുകൊണ്ട് ഫാമിലി മിസ് ചെയ്യുന്നു. ഫാമിലി മിസ് ചെയ്യുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ പറഞ്ഞാൽ ആ ഒരു ദിവസം വിട്ടു തരാനൊക്കെ ഉള്ള ഒരു ലെവൽ വരെ എത്തിയതുകൊണ്ട് അങ്ങനെ നമ്മൾ പറഞ്ഞ് ഒരു ദിവസം വിട്ടു തരുമ്പോൾ എത്രത്തോളം കോമ്പറ്റീഷനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം അവധിയെടുത്താലും ഇപ്പം പല സിംഗേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, യെസ് ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്, പക്ഷേ ഒരു അമേരിക്കൻ പ്രോഗ്രാം വരുമ്പോൾ എനിക്ക് ടെൻഷനാണ്, എൻ്റെ നാട്ടിൽ എത്ര പാട്ടുകൾ മിസ് ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മൾ പോകുമ്പോൾ നമുക്കൊരു കോമ്പറ്റീഷൻ. എങ്ങനെ നമ്മളത് ആഴ്ചയിൽ 5 സിനിമകളിൽ 15 നായകന്മാർ വെച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്ര കോമ്പറ്റീറ്റീവ് ആണ്. കാരണം അതിൽ സർവൈവ് ചെയ്യുന്നത് കുറച്ച് പേരിലുണ്ടാവുന്നവർ മാത്രമാണ്. അല്ലേ പറയണത്. നമ്മളൊരു കൊടുങ്കാറ്റായിട്ട് മാറിയില്ലെങ്കിൽ ഒരു മന്ദമാരുതൻ ആയിട്ട് ഇങ്ങനെ നിൽക്കണം. അതിന് നമ്മൾ ഹാർഡ് വർക്ക് ആവശ്യമാണ്, ഡെഡിക്കേഷൻ ആവശ്യമാണ്, പ്രാർത്ഥന ആവശ്യമാണ്, സിൻസിയറിറ്റി. അപ്പോൾ അതെല്ലാം എൻ്റെ കൂടെ ഞാൻ പെട്ടെന്ന് വന്ന ആളൊന്നുമല്ലോ, പതുക്കെ വന്നതുകൊണ്ട് ഉയരത്തിൽ നിന്ന് കണ്ട് ഇങ്ങനെ മല ചവിട്ടി കയറുന്ന പോലെ അവിടെ എത്തിക്കൊണ്ട് ഇങ്ങനെ കയറി പോകുമ്പോൾ നമ്മൾ പിന്നിട്ട പാതയിലേക്ക് വീണ്ടും നമ്മൾ ഇറങ്ങി പോരുതല്ലോ. അപ്പോൾ അല്ല, പിടിച്ചു നിൽക്കണം നമുക്ക്. പ്രത്യേകിച്ചും നമ്മൾ ഇപ്പോഴത്തുള്ള വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ആൾക്കാരോടാണ്. അതുകൊണ്ട് നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യണം അല്ലേ? എനിക്ക് ഇപ്പോൾ എല്ലാ ദിവസവും ഇറങ്ങുന്ന സിനിമകളിലോ അല്ലെങ്കിൽ മാസത്തിൽ ഇറങ്ങുന്ന സിനിമകളിലോ ഒന്നും വേണമെന്നില്ല. വിരലിൽ എണ്ണാവുന്ന സിനിമകൾ മതി, എണ്ണം തികയ്ക്കണമെന്നില്ല. നേരത്തെ ടിനിയെ പറഞ്ഞു എണ്ണം തികയ്ക്കണം എന്നില്ല എന്ന്. വെരി ട്രൂ. കാര്യം പെട്ടെന്ന് ടിനിയെ സംസാരിക്കുമ്പോൾ ഒരുപാട് സിനിമകൾ ടിനി ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് ഓർമ്മ വരുന്ന കുറച്ച് സിനിമകളാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അവിചാരിതം, അതുപോലെ തന്നെ വെള്ളിമൂങ്ങ. പക്ഷെ അതിൻ്റെ കഥയിലോട്ട് ഞാൻ വരുന്നു. അവിചാരിതം, വെള്ളിമൂങ്ങ, ഇന്ത്യൻ റുപ്പി, ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ എന്ന് തന്നെ ഞാൻ പറയും. അത്രയും നല്ലൊരു ക്യാരക്ടറായിരുന്നു. വില്ലൻ റോൾ ആണെങ്കിൽ പോലും. കാര്യം അത്രയും സട്ടിലായിട്ടാണ് വില്ലൻ ഇങ്ങനെ വരുന്നത്. ക്യാബ് ഇട്ട് അവസാനം നമ്മൾ വരുമ്പോൾ ഒരു കാറിൽ ഡ്രൈവറായിട്ട് ഇരുന്ന് ആ കണ്ണുകളിലൂടെ പറയുന്നുണ്ട് ഞാനാണ് വില്ലൻ എന്ന്. അവിചാരിതം എന്നൊരു സിനിമ എനിക്കൊന്നും ഞാനൊരു പ്രിവ്യൂ ഷോ ആണ് കണ്ടത്. വളരെ കുറച്ച് മാത്രം ഓഡിയൻസ് ഉള്ളൊരു എന്ത് നല്ല സിനിമയാണ്. എന്തുകൊണ്ടാണ് ഇത്തരം നല്ല സിനിമകൾ ഇറങ്ങാതെ പോകുന്നത്? എപ്പോഴെങ്കിലും അങ്ങനെ വിഷമിച്ചിട്ടുണ്ടോ?
അത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. കാരണം അതിൻ്റെ ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ മേനോൻ സാറാണ്. അതുപോലെ തന്നെ എൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഷാനവാസ്. ഈ ഷാനവാസിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു അൻവറിൻ്റെയാണ് ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറഞ്ഞ വിനീതിന്. എനിക്ക് ഇവരിൽ നിന്നും ഒരു എന്തായാലും ഒരു എന്താ പറയുക, ഒരു സ്പാർക്ക് ഉണ്ട് ഇവരിൽ. ഞാൻ പറയട്ടെ, ആ സിനിമ കണ്ടതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ നമ്മളെന്നും ഹോണ്ട് ചെയ്യുന്ന സിനിമകൾ വളരെ കുറച്ചേ ഉള്ളൂ. ഈ 2 ക്യാരക്ടർ, എനിക്ക് അതിന്റെ ഹീറോയിന്റെ പേര് ഓർമ്മയില്ല, ജ്യോതികൃഷ്ണൻ. കാര്യം ആ കുട്ടി പിന്നീട് പല സിനിമകളിലും വന്നെങ്കിലും ഞാൻ ഈ സിനിമയിൽ ഇവളുടെ പെർഫോമൻസ് കണ്ടിട്ട് എന്താ പറഞ്ഞാൽ അവിടെ അത് വളരെ ഇതുവരെയായിട്ട് കേൾക്കാത്തൊരു സബ്ജക്റ്റും ഭയങ്കരമായിട്ട് നമുക്ക് അഭിനയിക്കുമ്പോൾ ഇത്രയും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അഭിനയിക്കാനും പറ്റുന്ന ഒരു ക്യാരക്ടർ വേറെയില്ല. ഭാര്യ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി, സ്വന്തം കാമുകൻ മരിച്ചു കിടന്നത് ആരും അറിയിക്കുന്നില്ല, ആ കുട്ടി അനുഭവിക്കുന്ന. എനിക്ക് ആ സിനിമ എനിക്ക് ഈ കുട്ടിയിൽ അഭിനയം കണ്ടിട്ട് തന്നെ ഞാൻ രഞ്ജിയേട്ടൻ്റെ അടുത്ത് ആരെയും കൊണ്ട് പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ രഞ്ജിയേട്ടനെ കൊണ്ടേ പരിചയപ്പെടുത്തുകയും അവൾക്ക് കടൽ കടന്ന് മാത്രം കുട്ടിയുടെ ഡബ്ബിങ് നടക്കുമ്പോഴാണ്. അപ്പം അമ്മക്ക് പറഞ്ഞു, ഇവള് നേരത്തെ വന്നിരുന്നെങ്കിൽ ഈ കടൽ കടന്നതിൽ നമുക്ക് അഭിനയിപ്പിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഉടനെ തന്നെ ഞാനെന്ന് പറയുന്ന ചിത്രത്തിൽ ദുൽഖറിന്റെ നായികയാക്കി രഞ്ജിയാണ്. അപ്പൊ എന്തെങ്കിലും കാരണമുള്ളതുകൊണ്ടാണല്ലോ. തീർച്ചയായിട്ടും. പിന്നെ അതിനുശേഷം ഇപ്പൊ ലൈഫ് ഓഫ് ജോസൂട്ടിലും അഭിനയിച്ചു. അപ്പൊ എനിക്ക് ആ സിനിമ കൊണ്ടൊരു ഗുണം കിട്ടിയത് ജ്യോതിക്കാണ്. പക്ഷേ ഉറപ്പായിട്ടും ഷാനവാസ് ഒരു ഡയറക്ടറായിട്ട് നമ്മുടെ മലയാള സിനിമയിൽ വരും കേട്ടോ. കാരണം അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾ, അത്രയും ഗംഭീരമായ സബ്ജക്റ്റ്, അത് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും വരും. അത് ഈ സിനിമയും ജനങ്ങൾ ഒരു ദിവസം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ഇത്തരം സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ ഒരുപാട് ഹിറ്റാവാത്ത പല സിനിമകളും നമ്മൾ ടി വിയിൽ ബ്ലോക്ക് ബസ്റ്റർ അങ്ങനെ ആഘോഷ തിരമാലകൾ കൊണ്ട് റിലീസ് ചെയ്യാം. ഈ പൊളിഞ്ഞ പടങ്ങളെ വലുതാക്കുന്ന ഒരു പുണ്യാളനാണ് ഞാൻ പറയുന്നത്. കാരണം പക്ഷെ അതൊരു നല്ല കാര്യം. അതിൽ ഒരു പോസിറ്റീവ് ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ ഹാളിലൂടെ ചായ കുടിച്ചുകൊണ്ട് പോകുമായിരിക്കും, ചില സീന് കണ്ടാലുണ്ടല്ലോ നമ്മൾ അറിയാതെ ഇവിടെ ഇരുന്ന് ആ സിനിമ കാണും. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, അയ്യോ എന്ത് നല്ല പടം. പല ഡയറക്ടേഴ്സും എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പടങ്ങൾ ടി വിയിൽ കാണുമ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യവും അരിശവും സങ്കടവും ഒക്കെ പാടെ വരാറുണ്ട്. അത് സത്യമാണ്. അതും ഇപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു സെൻട്രൽ ക്യാരക്ടർ ചെയ്ത ഹൗസ്ഫുൾ എന്ന് പറയുന്നത് 4 കുട്ടികൾ. അത് തിയേറ്ററിൽ വലിയ വിജയമൊന്നും ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചാനലിലൂടെ ഒരു 25 പ്രാവശ്യമെങ്കിലും ടെലികാസ്റ്റ് ചെയ്തു. വീട് ഹൗസ്ഫുൾ ആയിരുന്നു. എല്ലാ വീട്ടിലും എല്ലാവരും കാണുന്നു, ജനകീയമായ സിനിമയായി മാറി. അപ്പോൾ അന്ന് തിയേറ്ററിൽ ഇപ്പോൾ ഞാൻ സെൻട്രൽ ക്യാരക്ടർ പോയി ഇവനെ കാണാൻ വേണ്ടി നമ്മൾ കാശ് കൊടുത്ത് കയറണ്ടെന്നുള്ളൊരു ഇതായിരിക്കും. അപ്പോൾ സാവധാനം നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ. പക്ഷേ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി വിയിലൂടെ ആണെങ്കിലും ജനങ്ങൾ കാണുന്നുണ്ടല്ലോ, നമ്മൾ ചെയ്തൊരു വർക്ക് കണ്ടല്ലോ എന്നുള്ളത്. നേരത്തെ ഷാനവാസിൻ്റെ കാര്യം പറഞ്ഞു, ഷാനവാസിന് ഒരു സ്പാർക്ക് ഉണ്ടെന്ന്. പക്ഷേ അതേ കാര്യം ഞാൻ പറയുന്നു, ടിനിയിലൊരു സ്പാർക്കുണ്ട്. സിനിമ മിമിക്രി ചെയ്തപ്പോൾ സിനിമ മോഹിച്ച് നടന്ന ഒരാളാണ്. സിനിമ ഒരുപാട് ആഗ്രഹിച്ചു. എങ്ങനെയാണ് അപ്പോൾ എത്രത്തോളം ഹാർഡ് വർക്ക് ഇൻപുട്ട് ചെയ്തു അതിലോട്ട് വരാൻ വേണ്ടി? ഇപ്പോൾ സിനിമ നമ്മുടെ സ്വപ്നമായിരുന്നെങ്കിലും ഞാൻ ആ സിനിമ എന്ന് പറഞ്ഞല്ല നിന്നിരുന്നത്. ഞാൻ പറ്റാവുന്ന രീതികളിലൊക്കെ കലാരംഗത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ കോമഡി ഷോ ഒരു വാക്വം ഫീൽ ചെയ്തിട്ടേ ഇല്ല. കാര്യം നമ്മളിപ്പോൾ തിയേറ്ററിൽ പോലെയല്ല, ടി വി വെച്ചാൽ പല വേഷത്തിൽ തിരിച്ചു വരും. മേനോൻ ചേട്ടനായിട്ടും സുരേഷ് ഗോപി ആയിട്ടും. അതെ, ആ ഒരു ലൈക്സ് നമുക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ തീർന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വരുന്ന സിനിമ എല്ലാം കയറി അങ്ങ് ചെയ്യാതെ, അത് ഞാൻ സെലക്റ്റീവ് ഒന്നും ആവാൻ പറ്റില്ല എനിക്ക്. എന്നാലും എൻ്റെ വീട്ടിലൊരു 10-15 സ്ക്രിപ്റ്റ് ഉണ്ട്. അതായത് ഈ അനൂപ് മേനോന് വേണ്ടെന്ന് പറയുന്നത്, ജയസൂര്യക്ക് വേണ്ടെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വൈഫ് തന്നെ പറയും ഇതൊക്കെ എന്ത് ചെയ്യും. പക്ഷെ ഞാൻ കളയില്ലത്. കാരണം ഒരാളും ഒരു പടം ചെയ്യുന്നത് നമുക്കൊരു പൊളിയണ പടം ചെയ്യാന്ന് പറഞ്ഞ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ സ്വന്തം റെപ്യൂട്ടേഷൻ ആരും കളയില്ല. പിന്നെ ഒരു തല്ലിപ്പൊളി പടം ചെയ്യാൻ പിന്നെ ഒരു വിധികളാണ്. അപ്പോൾ ഇതെല്ലാം അവരുടെ സ്വെറ്റാണ്. ഞാനതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്ക് കുറേ 10-15 സ്ക്രിപ്റ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ പറയും നിങ്ങൾ എന്നെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കച്ചവടമാക്കാൻ പറ്റും. ആദ്യം ഞാൻ പറയുന്നതാണ് എങ്ങനെ ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പക്ഷെ അവർക്ക് അവർ സിനിമ ചെയ്യണം, ഇവരൊന്നും അടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയും നിങ്ങൾ ശ്രമിക്കുക ആദ്യം അങ്ങനെയുള്ളവരെ വെച്ചിട്ട്. അതായത് പേരുള്ള ആൾക്കാർ, നമ്മളൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് സാധാരണ. പെട്ടെന്ന് എന്നെ വീട്ടിലിരുത്തരുത് നായകനായിട്ട്. എനിക്ക് നായകൻ എന്നുള്ളൊരു സ്വപ്നമൊന്നുമില്ല എനിക്ക്. പക്ഷെ നല്ല സിനിമയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഇന്ത്യൻ റുപ്പിയിൽ നമുക്ക് മറക്കാൻ പറ്റും. അതെ. അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങൾ ആദ്യം അവരെ പോയി കാണും. അപ്പോൾ ഇവർ പറഞ്ഞു വിടും. ഇവർ കുറേ നാൾ കഴിയുമ്പോൾ അവർ ഡേറ്റ് ഒന്നും കിട്ടില്ല. പിന്നെ അവരെക്കുറിച്ച് കേൾക്കുന്നില്ല. അതാണ് എനിക്ക് സങ്കടം തോന്നുന്നത്. ഭയങ്കര സ്പാർക്കുള്ള ആൾക്കാരാണ്. പിന്നെ ഒരു പിടിക്കുമ്പോഴാണ് ചിലപ്പോൾ ചില സിനിമകൾ നമ്മൾ അറിയാതെ ചെയ്തു. നമുക്ക് ഈ ഒരു എത്തിക്സ് ഉണ്ട് എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വന്ന വഴി എനിക്ക് മറക്കാൻ പറ്റില്ല. സിനിമയിൽ അത് മറക്കണമെന്നാണ് പറയുന്നത്. കാരണം
പഴയ ആൾക്കാരെയൊക്കെ മറന്നിട്ടുള്ളൊരു ഇതിപ്പോൾ ചില ചെറിയ പടങ്ങളുടെയൊക്കെ ആൾക്കാർ 2 ദിവസം ഡേറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ചില തല്ലിപ്പൊളി പടമായിരിക്കും. പക്ഷെ അവരെന്നെ ആദ്യമായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തായിരിക്കും സ്ക്രീനിലൊക്കെ വരാനായിട്ട്. ആദ്യമായിട്ടൊരു ചാൻസ് തന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് ഞാൻ ഒന്നും നോക്കില്ല, കാശും നോക്കില്ല, ഇതൊന്നും നോക്കില്ല, എന്തെങ്കിലും ആവട്ടെ, ഇതിലെന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് പറ്റുമെങ്കിൽ പറ്റിക്കോട്ടെ. കാരണം മനുഷ്യനല്ലാണ്ടാവുന്ന ഒരു അവസ്ഥ, ഒരു സിനിമ മാത്രമായിട്ട് എനിക്ക് പറ്റില്ല, ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി. അത് ശരിക്കും വ്യക്തിത്വത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നമ്മൾ വന്ന വഴി അങ്ങനെയാണ്, അങ്ങനെ പെട്ടെന്ന് കയറി സ്റ്റാർന്ന് ആയതല്ലോ. ഈ ക്രിസ്മസിന് വരുന്ന സ്റ്റാർ അങ്ങനെയാണല്ലോ, വർഷത്തിൽ കത്തുള്ളൂ. നമ്മളെല്ലാ ദിവസം കത്തിക്കിടക്കുന്ന എല്ലാ വർഷവും കത്തിക്കിടക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം റിഹേഴ്സൽ ചെയ്യും ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം മേനോൻ ചേട്ടനായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞ് വീണ്ടും തിരിച്ചു പോയി ആ ബണ്ടാന കെട്ടിയിട്ട് സുരേഷ് ഗോപിയായിട്ട് വരും. അപ്പോൾ ഇതിന് ഒരു പെർഫെക്ഷൻ വേണം. നമ്മളൊക്കെ ഒരു സീൻ ടു സീൻ ചെയ്യുമ്പോഴും ഇംപ്രവൈസ് ചെയ്താന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന പല വർക്കും അങ്ങനെ തന്നെയാണ്, സിനിമയിൽ മാത്രമല്ല എല്ലാ ഏരിയയിലും. അപ്പോൾ ഈ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് എനിക്ക് അതിന് മുമ്പുള്ള കാര്യമാണ് കേൾക്കേണ്ടത്. പെർഫെക്ഷൻ നമ്മളെല്ലാവരും കണ്ട് എൻജോയ് ചെയ്തു. ആ പെർഫെക്ഷനിലോട്ട് എത്താനുള്ള റിഹേഴ്സൽ എങ്ങനെയായിരിക്കും? ആദ്യമൊക്കെ തന്നെ ചെയ്ത് ചിരിച്ചിട്ടുണ്ടോ? ആദ്യം ഞാൻ ചിരിക്കണം, എന്നാലും നാട്ടുകാർ ചിരിക്കുള്ളൂ. അതല്ല എന്ന് വെച്ചാൽ ഇത്രയും ആയില്ലല്ലോ എന്ന് വെച്ചാൽ സുരേഷ് ഗോപിയിലോട്ട് പൂർണ്ണമായി എത്തുക, പെട്ടെന്നൊരു ചേഞ്ച്, തിരിച്ചു വരുമ്പോൾ അടുത്ത മേനോൻ ചേട്ടനാവുക, അങ്ങനെ ഒരു പക്ഷെ അത് ഒരു മോക്കിങ് അല്ലെങ്കിൽ മിമിക്രി എന്ന് പറയുന്നത് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു ശാപം കൂടിയാണ്. മിമിക്രിക്കാരും വളരും തോറും അവനിലെ നടൻ മരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന്, സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വേറെയാണ്, TV വേറെയാണ്, സിനിമ വേറെയാണ്. സിനിമയിൽ വരുമ്പോഴേക്കും എന്തെങ്കിലും ഏതെങ്കിലും ഒരു നടൻ്റെ ഷെയ്ഡ് തോന്നിയാൽ ഇത് മറ്റേതാണെന്ന് പറയും. അപ്പോൾ ഇത് ബാലൻസ് ചെയ്ത് പോകാമെന്നുള്ള. പക്ഷേ ഇത് മൂന്നും ഞാൻ വിടുകയില്ല. എൻ്റെ ഒരു പാഷനാണ് സിനിമ, പക്ഷേ എനിക്ക് സന്തോഷം നൽകുന്നതാണ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴും നേരത്തെയൊക്കെ വിളിക്കുമ്പോൾ ചില പ്രോഗ്രാം ഞാൻ ബ്ലോക്ക് ചെയ്തിട്ട്, ഒരു കാലത്ത് നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടറാണ് അല്ലേ, ജീവിതോപാധിയാണ്, നമുക്ക് ഒരിക്കലും അതും മറക്കാം. അല്ല, ഞാൻ വീട് വെച്ചത് മിമിക്രി കൊണ്ട് മാത്രം, തൊണ്ട വെച്ച് മാത്രം, ബ്രെഡ് മാത്രം വരുന്നില്ല, ഇഷ്ടികയും കല്ലും മണ്ണൊക്കെ എനിക്ക് മിമിക്രി